على جبين سعادتي وأفكاري تجري الحروف بأشواق وأزدار. هذه يا قد سرت للسعد في أمل تروي الجمال بألفان وأطيار. അബ്ദുൾ റഹ്മാൻ വിസ്ഡം, അദ്ദേഹം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പ്രതിനിധിയാണ്. സാദരാദ്യത്തെ ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെ ഒരു മത സൗഹാർദ്ദ പരിപാടിയാണ് ഒരുക്കിയിട്ടുള്ളത്. ആ മതസൗഹാർദ്ദ എന്നുള്ള ആ വേട് മാറ്റി മനുഷ്യ സൗഹാർദ്ദം എന്നാക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മനുഷ്യനെ സ്നേഹിക്കുന്നവരായി നമ്മൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയ എല്ലാവർക്കും ഇസ്ലാമിന്റെ അഭിവാദ്യം കൊണ്ട് തന്നെ, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങൾ അഭിവാദ്യം അർപ്പിക്കേണ്ടത് ഇസ്ലാമിന്റെ അഭിവാദ്യം കൊണ്ടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഥവാ സൃഷ്ടാവായ ദൈവത്തിന്റെ കരുണയും കൃപാകടാക്ഷവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സുഹൃത്തുക്കളോട് ആദ്യമേ തന്നെ ഈ വേദി ഒരുക്കുകയും ഇതിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുകയും ചെയ്ത ഈ ഒരു CSI ചർച്ചിന്റെ ഭാരവാഹികൾക്ക്, പ്രത്യേകിച്ച് സഹോദരൻ സുരേഷിന്, ഇതുമായി സഹകരിക്കാൻ മേൽനോട്ടം നൽകുന്ന നിങ്ങളുടെ തന്നെ ഈ അച്ഛന്മാർക്കും ഈ ഒരു സന്ദർഭത്തിൽ ആദ്യം തന്നെ ഒരു ആശംസ ഞാൻ അർപ്പിക്കുകയാണ്, അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. സത്യത്തിൽ കലാപ രൂക്ഷിതമായി മതങ്ങളുടെ പേരിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, മതങ്ങൾ കറുപ്പാണ് എന്ന് പറഞ്ഞു തീരാവുന്ന രീതിയിലേക്ക് മതങ്ങൾ തമ്മിൽ പരസ്പരം കലഹിച്ചുകൊണ്ടും വർഗീയപരമായ നിലയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ, തീർച്ചയായും ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിന് മുന്നൊരുക്കം കൊടുക്കുമ്പോൾ തീർച്ചയായും മനസാക്ഷികൾ, മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന, മനുഷ്യനെ സ്നേഹിക്കുന്ന ആളുകൾ അണഞ്ഞു പോയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇസ്ലാമിന്റെ തന്നെ ഒരു നവോത്ഥാന പ്രസ്ഥാനമായ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ കേരളത്തിലുടനീളം ഇതേപോലെയുള്ള മാനവ സൗഹാർദ്ദ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. അതിൽ ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാമിക വിവിധ രാഷ്ട്രീയ സംഘടനകളിൽപ്പെട്ട ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതേപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. നല്ലൊരു തലമുറ വളർന്നു വരണമെന്നും അതുവഴി മനുഷ്യനെ സ്നേഹിക്കുന്ന, പരസ്പരം അറിയുന്ന അവസ്ഥയിലേക്ക് ജനങ്ങൾ മാറുകയും ചെയ്യണം എന്നുള്ളതാണ് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ മുന്നോട്ട് വയ്ക്കുന്ന കാതലായ വശം. ഇവിടെ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു തുടക്കം ഈ ഒരു നാട്ടൻ പ്രദേശത്ത് തുടങ്ങിയെങ്കിൽ തീർച്ചയായും ഇത് വലിയൊരു പുണ്യകരമായ ഒരു കാര്യമാണ്. ഇത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് മറ്റുള്ള സംഘടനകളും, മറ്റുള്ള ഹൈന്ദവ, ക്രൈസ്തവ, ഇസ്ലാമിക സംഘടനകളും ഇതിനുവേണ്ടി മുന്നോട്ട് വരട്ടെ എന്ന് ആദ്യമായി തന്നെ ഞാൻ ആശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സദസ്സിനോട് പറയാനുള്ളത്, നേരത്തെ ഇവിടെ അച്ഛൻ നല്ല രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴും ചില ആളുകളെങ്കിലും ചിലപ്പോൾ അവരുടെ ജോലിയുടെ തിരക്ക് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് എപ്പോഴും നമ്മുടെ കയ്യിലുള്ളതാണല്ലോ, എന്താ അങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം, അത് കയ്യിലുള്ളത് കൊണ്ടാകാം ശ്രദ്ധിക്കുന്നില്ല പകലും. അദ്ദേഹം നല്ല ഇമ്പോർട്ടന്റ് ആയി നമ്മുടെ യുവത്വം എങ്ങനെ ചിട്ടപ്പെടുത്താം എന്ന് പറയുന്ന നിലയിലുള്ള നല്ലൊരു സംഭാഷണമായിരുന്നു അദ്ദേഹം, ഉപദേശമായിരുന്നു നൽകിയത്. പക്ഷെ എത്ര പേർ ശ്രദ്ധിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ ചോദ്യമായി ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും ഉത്തരം പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് സദസ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറയുന്ന വാക്കുകൾ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുകയും അതിൽ അശ്രദ്ധമായി നിങ്ങൾ കളഞ്ഞു വിളിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത്. നമുക്കറിയാം, കുമാരനാശാന്റെ കവിതയിലൂടെ പോകുമ്പോൾ നോവുമൊരാത്മാവിനെ സ്നേഹിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞ വചനം മാത്രം കേൾക്കുന്ന ഒരാള് എന്താ ഇയാൾ പറയുന്നത് നമുക്ക് നോക്കും, അല്ലേ? കാരണം ഒരു നോവുന്ന ഒരു ആത്മാവിനെ ഞാൻ സ്നേഹിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിന് മുമ്പ് പറഞ്ഞതോ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. പാവങ്ങളെ നരകിക്കുന്ന, വേദനിക്കുന്ന, പാവപ്പെട്ടവരുടെ കണ്ണീര് കാണാതെ അതിനുവേണ്ടി സഹായം ചെയ്യാത്ത ഏതൊരു പ്രത്യയശാസ്ത്രമായാലും അതിനെ ഞാൻ സ്നേഹിക്കുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഫുള്ള് കേട്ടാൽ മാത്രമേ നമുക്ക് അത് ഗ്രാസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് എന്റെ മുന്നിലുള്ള സദസ്സിനോട് പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം അവിടെ ബൈബിളിന്റെ ഒരു പരാമർശം നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെ ഇസ്രായേലെ നിങ്ങൾ കേൾക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ്, അല്ലെ? ആവർത്തന പുസ്തകത്തിലായാലും മർക്കോസിന്റെ സുവിശേഷത്തിലായാലും ഒരു കാര്യം ഗൗരവത്തോടെ പറയുമ്പോൾ അവിടെ ശ്രദ്ധിച്ച് കേൾക്കാൻ പറയുന്നുണ്ട്. എന്തിനാണത്? ആ ശ്രദ്ധിച്ച് കേൾക്കുന്നത് മിസ്സായി പോരുന്നതാണ്. ഇപ്പോ ശ്രീരാമന്റെ അടുത്തേക്ക്, അഥവാ ശ്രീരാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ലക്ഷ്മണൻ കോപാകുലനായി അച്ഛനെ കൊല്ലും എന്ന് പറഞ്ഞ് വാളെടുത്ത് നിന്ന സമയത്തും അപ്പോൾ
ആ സമയത്തും ശ്രീരാമൻ പറഞ്ഞൊരു വചനമുണ്ട്, സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നോട് വാക്കുകൾ. അഥവാ വാക്കുകൾ നീ ഈ ദേഷ്യമൊക്കെ സഹിച്ച് ആ ക്ഷമയോടുകൂടി കേട്ടാൽ മാത്രമേ കാര്യം ബോധ്യമാകുള്ളൂ എന്നാണ്. അതുകൊണ്ട് എന്റെ മുന്നിലുള്ള സുഹൃത്തുക്കളോടും പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണേ എന്നുള്ളതാണ്. നമ്മുടെ ഭാരതം വൈദേശിക മതത്തെ രണ്ട് കൈ നിന്നിട്ട് സ്വീകരിച്ചൊരു പാരമ്പര്യമുള്ള നാടാണ്. നാം ആകുന്ന ആര്യന്മാർ കടന്നു വന്നതിന് ശേഷം വൈദേശികങ്ങളായി കടന്നു വന്ന ഇന്നുള്ള ഹൈന്ദവരായാലും ക്രൈസ്തവരായാലും മുസ്ലിങ്ങളായാലും സിഖുകായാലും പാഴ്സിയായാലും എല്ലാവരും ഇവിടേക്ക് കടന്നു വന്നപ്പോൾ നമ്മൾ സ്വീകരിച്ച ഒരു പാരമ്പര്യം നമ്മുടെ നാട്ടിനുണ്ട്. എങ്കിൽ ആ പാരമ്പര്യത്തിൽ ഒരിക്കലും അതിഥികളായി കടന്നു വന്ന ആളുകൾ ഒരിക്കലും നമ്മുടെ ശത്രുക്കളല്ല, ഭാരതാംബയുടെ കണ്ണിലെ കരടുകളല്ല എന്നുള്ളതാണ് ചുരുക്കം. അഥവാ ഇവിടെ അതിഥികളായി വരുമ്പോൾ നാം ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് അവരെ നമ്മൾ സ്വീകരിച്ചു എങ്കിൽ, ആ അഭയാർത്ഥികളായി നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിന്റെ പുണ്യമാണ് നമ്മൾ കണ്ടതെങ്കിൽ, ഇന്നലെ വരെയുള്ള പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നവരെ സ്വീകരിച്ച ഒരു പാരമ്പര്യം നമുക്കുണ്ടെങ്കിൽ ഇനിയും വരുന്നവരെ സ്വീകരിക്കേണ്ടതുണ്ട്. സാന്ദർഭികമായി ഞാൻ പറയാൻ കാരണം, ഈ അടുത്ത സമയത്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു ചർച്ച നടന്നു, നിങ്ങളെല്ലാം കണ്ടു കാണും, യൂട്യൂബുകളിലും വാട്സപ്പിലെല്ലാം കണ്ടും. റോഹിംഗ്യനിലെ പാവപ്പെട്ട ജനത അവിടെയുള്ള ചില ഫാസിസ്റ്റ് ശക്തികളെ കാരണത്താൽ അവിടെ നിന്ന് പാലായനം ചെയ്ത് അവരുടെ ശിരസ്സുകൾ ഛേദിക്കുകയും കൈകാലുകൾ ഛേദിക്കുകയും അവരെ കടലിലേക്ക് വലിച്ചെറിയും, പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയും ചെയ്യുന്ന ക്രൂരമായ ആ കിരാതനമായ അവസ്ഥ കണ്ട് അവരവിടെ നിന്ന് നാടുവിട്ട് നമ്മുടെ രാജ്യത്ത് അഭയം പ്രാപിച്ചിട്ടുണ്ട്. യൂട്യൂബിൽ കണ്ടു കാണാം നിങ്ങൾ. ഡൽഹിയിലും പരിസര പ്രദേശത്തും അവിടെയെല്ലാം മാലിന്യങ്ങളിൽ നിന്നും ഭക്ഷണം, കിട്ടുന്ന ഭക്ഷണം ഒരല്പമെങ്കിലും എടുത്ത് അത് കഴിച്ച് വിശപ്പടക്കുന്ന ഒട്ടിവയറുമായി കീറിപ്പറഞ്ഞ വസ്ത്രവുമായി നീങ്ങുന്ന സ്ത്രീകളെ നിങ്ങൾ കാണാം. അവരെയൊക്കെ മുലക്കച്ചകൾ വറ്റി വരേണ്ട, അതിൽ നിന്നും ആ മുലകളിൽ നിന്നും അല്പം പാല് കിട്ടുമോ എന്ന് ആർത്തതിച്ച് വലിച്ചു കുടിക്കുന്ന കുട്ടികളെ കണ്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരെയെല്ലാം തീവ്രവാദികളായി മുദ്രകൊത്തി വീണ്ടും ഇന്ത്യയിൽ നിന്ന് തിരിച്ചയക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ നടക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ പാരമ്പര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ പാരമ്പര്യം നമ്മൾ മറന്നു പോകരുത്. നമുക്കറിയാം, ഹൈന്ദവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവരെ അംഗീകരിച്ചിരുന്നതാണ് മനുസ്മൃതി, അല്ലേ? ആ സ്മൃതിയിൽ തന്നെ എന്റെ ഇതില് ഹൈന്ദവ സഹോദരങ്ങളെ പ്രതികരിച്ചുകൊണ്ടും ഒരാൾ സംസാരിക്കുന്നുണ്ട്. ഈ ശബ്ദം കേൾക്കുന്നിടത്ത് ഹൈന്ദവ സഹോദരങ്ങൾ ഉണ്ടെങ്കിലും അവരും കൂടി കേൾക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ ഈ സൗഹാർദ്ദം മതത്തിന്റെ പേരിൽ നശിച്ചു പോകരുത്. ആരെങ്കിലും മതത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അവർക്ക് കീശ വീർപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നെങ്കിൽ അതിന് നമ്മൾ ഒരിക്കലും വളം വച്ച് കൊടുക്കരുത്. നമ്മുടെ സ്നേഹം നമ്മുടെ മതത്തിന്റെ പേരിൽ മാത്രം അത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് എന്തായാലും ഉണ്ടാകാൻ പാടില്ല, അല്ലേ? മനുസ്മൃതിയിൽ പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ, അതിഥി ദേവോ ഭവ, അല്ലേ? അമ്മയെ നിങ്ങൾ ദൈവതുല്യം സ്നേഹിക്കണമെന്നും പിതാവിനെ ദൈവതുല്യം സ്നേഹിക്കണമെന്നും ആചാര്യനെ ദൈവതുല്യം സ്നേഹിക്കണമെന്നും അതിഥികളായി വരുന്നവരെ ദൈവതുല്യം സ്നേഹിക്കണമെന്നും മനുസ്മൃതി പഠിപ്പിച്ചുവെങ്കിൽ സഹോദരങ്ങളെ, ഈ അതിഥികളായി വന്ന ഇന്ന് കടന്നുകൊണ്ട് വന്നിരിക്കുന്ന ആളുകളെയും ദൈവതുല്യം സ്നേഹിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഹൈന്ദവർ അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുമ്പോൾ സിന്ധു, ഈ മുസ്ലിമും ക്രിസ്ത്യനും ഹിന്ദുവും ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ്, അല്ലേ? നമ്മളത് സ്വീകരിക്കേണ്ടതുണ്ട്. ഒരിക്കലും അവരെ തേടി വന്ന കൈകൂപ്പി നിൽക്കുന്ന അവരെ നമ്മൾ ഒരിക്കലും തീവ്രവാദികളായി ചിത്രീകരിച്ച് മാറ്റിവിടുന്ന അവസ്ഥ ഉണ്ടാകരുത്. ശ്രീരാമന്റെ രാമായണ മാസം കഴിഞ്ഞ് വന്ന അതിലേക്ക് പാരായണം ചെയ്തപ്പോൾ അതിലൊരു ചരിത്ര സംഭവം പറയുന്നുണ്ട്. ഞാനത് പറയാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം ഹൈന്ദവ സഹോദരങ്ങളെല്ലാം അധിക പേരുമെങ്കിലും കുറച്ചു പേരെങ്കിലും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ്. ശ്രീരാമന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന രാവണൻ, ആ രാവണന്റെ സദസ്സിൽ നിന്നും വിഭീഷണൻ രാമന്റെ അടുത്തേക്ക് അഭയം തേടിയെത്തു, അല്ലേ? നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അഭയം തേടി എത്തിയ സമയത്ത് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു വന്ന സമയത്ത് ലക്ഷ്മണൻ അടക്കമുള്ള ആളുകൾ ശ്രീരാമനോട് പറഞ്ഞത്, സ്വാമി ശത്രുവിന്റെ അനുജനാണ്, ചതിയായിരിക്കാം, അതുകൊണ്ട് അവർക്ക് അഭയം കൊടുക്കരുത്. അന്ന് ശ്രീരാമൻ പറഞ്ഞ മറുപടി, അഭയാർത്ഥിയായി നമ്മിലേക്ക് കടന്നു വന്നവനെ ആദരിക്കലാണ് നമ്മുടെ പാരമ്പര്യം. അതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമെന്ന് പഠിപ്പിച്ച ആ ശ്രീരാമന്റെ അജണ്ട, ആ ശ്രീരാമന്റെ ആദർശം. സഹോദരങ്ങളെ, എന്റെ ഹൈന്ദവ സഹോദരങ്ങളും ഇന്ന് നമ്മുടെ ഭരണകർത്തത്തിലിരിക്കുന്ന ആളുകളും അത് മനസ്സിലാക്കുകയും ആ ശ്രീരാമനെ ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഇസ്ലാമിന് പുതുതായി ഒരു വിശ്വാസം ആരോടും പറയാനില്ല എന്നുള്ളതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കടന്നു വരുമ്പോൾ മക്കയിലേക്ക് പ്രവാചകൻ 40-ാമത്തെ വയസ്സിൽ ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടുകയും അദ്ദേഹത്തിന്റെ ദൂതനായി മെസ്സഞ്ചറായി തിരഞ്ഞെടുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചത്, ക്രൈസ്തവരായ ആളുകളോട് വന്നിട്ട് നിങ്ങൾക്ക് ഇതാ ഒരു പുതിയ മതം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ക്രൈസ്തവ മതം ഉപേക്ഷിച്ച് നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു എന്നല്ല പറഞ്ഞത്. മോശയുടെ ആളുകളോട് പോയിട്ട് നിങ്ങൾ മോശയുടെ മതം വിട്ടിട്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരൂ എന്നല്ല പറഞ്ഞത്. ഇത് മാത്രമാണ് ഇന്നും പറയാനുള്ളത്. മുൻപുള്ള പ്രവാചകന്മാർ, മുൻപുള്ള വേദഗ്രന്ഥങ്ങൾ എന്തൊന്ന് പഠിപ്പിച്ചുവോ ആ പഠിപ്പിച്ച സ്ഥലത്തിലേക്ക് നിങ്ങൾ തിരിച്ചു മടങ്ങി വരിക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമാണം. ഇവിടെ തീർച്ചയായും ഇസ്ലാമിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇസ്ലാമിന്റെ കാതലായ വശം എന്ന് പറയുന്നത് തൗഹീദാണ്. തൗഹീദ് മീൻസ് ഏകദൈവ ആരാധന.
സൃഷ്ടാവായി ദൈവം തമ്പുരാൻ ഏകനാണ് എന്നും ആ ദൈവത്തിന് മാത്രമേ പ്രാർത്ഥന നേർച്ച വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ എന്നും ആ നേർച്ച വഴിപാടുകൾ വേറൊരു സൃഷ്ടിക്കും അർപ്പിക്കാൻ പാടില്ല എന്നും മറ്റുള്ള വേദഗ്രന്ഥങ്ങൾ, ഖുർആന് മുമ്പ് വന്ന ഹൈന്ദവ വേദഗ്രന്ഥങ്ങളായാലും ക്രൈസ്തവ വേദഗ്രന്ഥങ്ങളായാലും അവിടെയെല്ലാം പറഞ്ഞ അതേ വാദം മാത്രമാണ് അതിനുശേഷം അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്ന ഈ ഖുർആനിലും പറയാനുള്ളൂ. ഞാൻ ഓതിവെച്ച, അറബിയിൽ ഓതിവെച്ച ആയത്ത് അതാണ്. യാ യുഹന്നാസ്, മുസ്ലിങ്ങളെ എന്നല്ല പരിശുദ്ധ ഖുർആൻ വിളിച്ചത്. നിങ്ങൾക്ക് മലയാള പരിഭാഷ ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞങ്ങളത് തരാം. നിങ്ങൾക്കില്ലെങ്കിൽ സൈറ്റിൽ കയറി മലയാളം ഖുർആൻ അടിച്ചു നോക്കി നിങ്ങൾക്ക് കിട്ടും. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ വചനത്തിൽ ഒരു വചനമാണ് യാ യുഹന്നാസ്, നാസ്, പീപ്പിൾ, മാസ്. ആരെയും മുസ്ലിങ്ങളെ എന്നല്ല വിളിച്ചത്, അറബികളെ എന്നല്ല വിളിച്ചത്, മറിച്ച് മനുഷ്യരെ എന്നാണ് വിളിച്ചത്. മനുഷ്യനായി ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും പാഴ്സിയും മതമുള്ളവനും ഇല്ലാത്തവനും ആരെല്ലാം ആ മനുഷ്യരെന്ന കാറ്റഗറിയിൽ പെടുമോ അവരെല്ലാം വിളിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞ അബ്ദു, നിങ്ങൾ ആരാധിക്കണം. ഏറ്റവും വലിയ നന്മ ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ആരാധിക്കണം? നിങ്ങളെയും നിങ്ങളെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ നാഥനെ, നിങ്ങളുടെ രക്ഷിതാവിനെ, സൃഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കുക. ഒരു ഗോത്ര ദൈവത്തെ ആരാധിക്കണമെന്നല്ല, മുസ്ലിങ്ങളുടെ മാത്രം ദൈവത്തെ ആരാധിക്കണമെന്നല്ല, അറബികളുടെ ദൈവത്തെ ആരാധിക്കണമെന്നല്ല, മറിച്ച് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായ സൃഷ്ടാവ് ആരോ ആ സൃഷ്ടാവിനെ ആരാധിക്കുക. ആ സൃഷ്ടാവിന്റെ ക്വാളിറ്റി എന്താണ്? സൃഷ്ടാവിന്റെ ക്വാളിറ്റി, ആ സൃഷ്ടാവിനെ അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. ആ അറബിയിൽ പറയുന്ന പേരാണ് അള്ളാഹു. നമുക്കറിയാം ബൈബിൾ ഏതാണ്ട് 108ഓളം ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. അതിലെ അറബി ബൈബിളിൽ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥന കാണാം. ഈ ലേലമ്മ ശബത്താനി അല്ലെ, ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീ അകറ്റണമേ. നിങ്ങളെല്ലാം വായിച്ചിട്ടുണ്ടാകും. അത് അറബി കോണ്ടക്സ്റ്റ് എടുത്ത് നോക്കിയാൽ അവിടെ ദൈവത്തിന് കൊടുത്ത പദം അള്ളാഹു. മഹാവേദ സംഹിതയിൽ ഹിരണ്യഗർഭന് ഈശ്വരന് കൊടുത്ത പേര് അള്ളാഹു. അപ്പൊ അള്ളാഹു എന്ന് പറയുന്നത് അറബികളുടെ മാത്രം ദൈവമായിട്ടല്ല, അറബിയിൽ സൃഷ്ടിച്ച് പരിപാലിച്ചവരായ ദൈവം തമ്പുരാൻ സൃഷ്ടാവിന് കൊടുക്കുന്ന പേരാണ് അള്ളാഹു. ഈ അള്ളാഹുവിനെ അവിടെ പരിചയപ്പെടുത്തുമ്പോൾ സൃഷ്ടാവാരി എന്നുള്ള പരിചയപ്പെടുത്തലുണ്ട്. മനുഷ്യന് മാത്രമല്ല, നമ്മുടെ ഈ നാടുകളിൽ 700 കോടി ജനങ്ങളെ 700 കോടി ജനങ്ങളെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഭൂമിയുടെ വലിപ്പം നമുക്കറിയാം. ഈ ഭൂമിയെക്കാളും എത്രയോ ഇരട്ടി വലിപ്പമുണ്ട് സൂര്യന് അല്ലെ. അത്രയും സൂര്യനെ ആ സൂര്യന്റെ ഉള്ളിലേക്ക് 15 ലക്ഷം ഭൂമിയെ ഒതുക്കി വെക്കാനുള്ള വ്യാപ്തി ആ സൂര്യനുള്ളതാണ്. ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള 30,000 കോടി ഗാലക്സികളുള്ളതാണ്, നക്ഷത്രങ്ങളുള്ളതാണ്. അതിനേക്കാളും അനേകായിരം നക്ഷത്രങ്ങളുണ്ട്, കോടിക്കണക്കിന് ജീവജാലങ്ങളുണ്ട്. ഇവയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചവനായ സൃഷ്ടാവ്, അവനാണ് ദൈവം. ആ ദൈവത്തെ ആരാധിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതൊരു വർഗീയതയാണോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അതൊരു തീവ്രവാദമാണോ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെ ദൈവത്തെയോ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ദൈവത്തെയോ ഏതെങ്കിലും ഒരു നാടിന്റെ ദൈവത്തെയോ ആണ് നമ്മൾ പറഞ്ഞതെങ്കിൽ അത് വർഗീയതയാണ്. മറിച്ച് നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവ് ആരാധന പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും അതിൽ ബോധ്യമാകും അത് എന്താണ് എന്നുള്ള കാര്യം. ഇത് ഇസ്ലാമിന്റെ തത്വം. പക്ഷെ ഈ ഒരു തത്വത്തിലേക്ക് ഇസ്ലാം ഇത് പറയുമ്പോൾ ഒരിക്കലും ഇസ്ലാമിലേക്ക് ഒരു ബലാത്കാരം കടത്തിക്കൂട്ടിയിട്ടില്ല. നിങ്ങളിത് സ്വീകരിച്ചേ പറ്റൂ, ഇതാണ് ഇസ്ലാമാണ് ശരിയെന്നല്ല. എനിക്ക് ഇസ്ലാം ശരിയാണെന്ന് വിശ്വസിക്കാം, ഇസ്ലാമാണ് ശരി, ഇസ്ലാം മാത്രമാണ് മോക്ഷത്തിന്റെ മാർഗമെന്ന് എനിക്ക് വിശ്വസിക്കാം, അതാണ് ശരിയെന്ന് പറയുകയും ചെയ്യാം. അതൊരിക്കലും തീവ്രവാദമല്ല അല്ലെ. ക്രൈസ്തവതയാണ് ശരിയെന്നും യേശുക്രിസ്തുവിന്റെ അല്ലാതെ സ്വർഗത്തിൽ എത്തുകയില്ല എന്നും ഒരു ക്രൈസ്തവൻ വിശ്വസിക്കാം. അത് വർഗീയതയല്ല. ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ച് വേദഗ്രന്ഥങ്ങൾ അനുസരിച്ചുള്ള ജീവിതം നയിച്ച് യഥാർത്ഥ ഹൈന്ദവനായി ജീവിച്ചാലേ മോക്ഷം ലഭിക്കുകയുള്ളൂ, അത് മാത്രമാണ് സത്യമുള്ളൂ എന്ന് വിശ്വസിക്കാം, അതതിന് പറയാം. അത് വർഗീയതയല്ല. മറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ളത് ഇസ്ലാം മാത്രമേ സത്യമായുള്ളൂ, വേറെ ഒരു മതവും ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതാണ് വർഗീയത അല്ലെ. എന്റെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അഥവാ ഒരു ക്രൈസ്ത്യാനി പറയാണ് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു സ്വർഗമില്ല, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും യേശു ക്രിസ്തു വിശ്വസിച്ച് ക്രിസ്ത്യാനികളും മറ്റൊരു മതവും ഇവിടെ പാടില്ല എന്ന് പറഞ്ഞാലോ വർഗീയതയായി അല്ലേ. എങ്കിൽ ഇതാണ് നമുക്ക് വിശ്വാസത്തിലേക്ക് വരുന്നത്. ഒരാള് തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സ്നേഹിക്കാനും പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും തയ്യാറാണ്. ഇപ്പൊ ഇവിടെ ഈ ക്രിസ്ത്യൻ ഹാളിലേക്ക് എന്നെ വിളിക്കുമ്പോ ആ മനസ്സിലേക്ക് വർഗീയതയുണ്ടോ? ഇല്ലല്ലോ. പരസ്പരം നമ്മൾ ആദർശ വ്യതിയാനം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഒരു മുസ്ലിം എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകരുത്, പാപമായി പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഇസ്ലാം. അതുകൊണ്ടാണ് ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴും ക്രിസ്മസിന്റെ കേക്ക് കഴിക്കുമ്പോഴും നിങ്ങളത് പാപമായി എണ്ണുന്നത് ഒരു വർഗീയതയല്ല, മറിച്ച് അത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ദൈവമല്ലാതെ ഒരാൾ ആരാധിക്കാൻ പാടില്ല എന്നാണ്. യേശുക്രിസ്തു എന്ന് പറയുന്നത് ദൈവമല്ല, മറിച്ച് ദൈവത്തിന്റെ മഹാനായ പ്രവാചകനാണെന്നും സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ യേശുവിലൂടെ അല്ലാതെ പോകാൻ പറ്റില്ല എന്നുമാണ് ഇസ്ലാമിന്റെ വിശ്വാസം. പക്ഷേ അതിന്റെ പേരിൽ ശത്രുവാണെന്ന് പറഞ്ഞ് എന്നെ മാറ്റി നിർത്തിയിട്ടില്ല. എന്നെ ഇവിടെ ക്ഷണിച്ചു നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ. ഹൈന്ദവ വിശ്വാസപ്രകാരം അവരും ഈ അടുത്ത സമയത്ത് അറവുകാട് ക്ഷേത്രത്തിലെ ക്ഷേത്ര കമ്മിറ്റി അവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു, മാനവ മൈത്രി സംഗമം. ആ സംഗമത്തിൽ ഞങ്ങൾ സംസാരിക്കുമ്പോഴും അവിടെ ഇസ്ലാമിനെ പ്രതി സംസാരിച്ചു. വർഗീയതയില്ല. യഥാർത്ഥ മുസ്ലിം ആയിക്കൊണ്ട് ക്രിസ്ത്യാനിയായി നിങ്ങളെ സ്നേഹിക്കാൻ എനിക്ക് കഴിയണം, യഥാർത്ഥ ക്രിസ്ത്യാനിയായിക്കൊണ്ട് നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയണം.
അതേ അവസ്ഥയിൽ ഹിന്ദുക്കളെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് മാനവ സൗഹാർദ്ദം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മതസൗഹാർദ്ദം എന്നതിനേക്കാൾ ഉപരി മാനവ സൗഹാർദ്ദം എന്നുള്ളതാണ് ഫിറ്റ്. കാരണം മതത്തിനൊരിക്കലും സൗഹാർദ്ദത്തിലാകാൻ പറ്റില്ല, അല്ലേ? ഇവിടെ ഞാനിപ്പോ വന്ന സമയത്ത് നമസ്കരിക്കാൻ പോകണമായിരുന്നു. എവിടെ നിന്ന് നമസ്കരിക്കാം? വേണമെങ്കിൽ എന്റെ കൂടെ എനിക്ക് പള്ളിയിലച്ഛനെയും അതേപോലെ നമ്മുടെ സഹോദരൻ ഹൈന്ദവ സഹോദരൻ വിളിച്ചിട്ട് നമസ്കരിക്കാൻ നിന്നാലോ? മതസൗഹാർദ്ദമാവോ? ഇല്ല. ഞാൻ നേരെ പോയി അവിടെ പോയി ചർച്ചിൽ പോയിട്ട് കൊന്തയും പിടിച്ചെന്നാലോ? മതസൗഹാർദ്ദമാവോ? അതാണ് മതസൗഹാർദ്ദം. അല്ല, മറിച്ച് മതത്തിന്റെ പേരിൽ മതം, അത് ക്രൈസ്തവരാണെങ്കിൽ ക്രൈസ്തവതയിലേക്ക് ചെയ്യുക, ഇസ്ലാം ആണെങ്കിൽ ഇസ്ലാമിന്റെ വിശ്വാസം ചെയ്യുക, ഹൈന്ദവരാണെങ്കിൽ ഹൈന്ദവ വിശ്വാസം ചെയ്യുക. പക്ഷെ അതിന്റെ പേരിൽ വർഗീയത പാടില്ല എന്നാണ്, അതിന്റെ പേരിൽ ഭീകരവാദം പാടില്ല എന്നാണ്. എന്റെ ആശയങ്ങളിലേക്ക് എല്ലാം വരണം എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ചുരുക്കം. അഥവാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതത്തിന്റെ പേരിൽ ഒരു വർഗീയത നമുക്ക് പാടില്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലസ്ത അലൈഹിം ബിമുസൈത്ത്, നിങ്ങൾ അധികാരം ചെലുത്തി ഈ ഇസ്ലാമിന്റെ കാര്യങ്ങൾ അവര് നിങ്ങളിലേക്ക് വരണം എന്നുള്ള കാര്യം ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 256-ാമത്തെ വചനം. ഇന്ന് പലരും പറയുന്നുണ്ട് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിച്ചതാണ്, നിർബന്ധിച്ച് മതം മാറ്റിയതാണ്. ആ നിർബന്ധിച്ച് മതം മാറ്റിക്കൊണ്ടാണ് അവർ ഇത്രയും പോപ്പുലേഷൻ ഉണ്ടായതെന്ന് പറയുമ്പോൾ ഇസ്ലാമിന് ഖുർആൻ പറയുന്നത് ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. എങ്കിലും ഒരു ഖുർആന്റെ അനുയായി ആ മതത്തിലേക്ക് ബലാത്കാരം ചെയ്യുമോ? തീർച്ചയാണ്. ലസ്ത അലൈഹിം ബി മുസൈത്തർ, നിങ്ങൾ അധികാരം ചെലുത്തി അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധിച്ച ഒരാളെ കൊണ്ടുവരാം. നമുക്കറിയാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. അദ്ദേഹത്തെ സംബന്ധിച്ചും അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സമയത്ത് ഒരു ജൂത സ്ത്രീ അവർ വരികയും അവർ അത്രയേറ്റം ആ പ്രവാചകനെ അദ്ദേഹത്തിന് ഇഷ്ടമാവുകയും ചെയ്തിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും മറ്റും ചെയ്തപ്പോൾ അവർ ഇസ്ലാം സ്വീകരിച്ചു. ശേഷം അദ്ദേഹം പിന്നീടിരുന്ന് ആലോചിച്ചു, ഞാൻ കൂടുതൽ നിർബന്ധിച്ചു ആ സ്ത്രീയോട്, എന്റെ ഉമ്മയോട് പ്രായമുള്ള ആ സഹോദരിയെ ഞാൻ നിർബന്ധിച്ചോ ഇസ്ലാമിലേക്ക് വരാൻ? എങ്കിൽ ഞാൻ പാപിയായി, ആ സ്ത്രീ സ്വർഗത്തിലായി. അദ്ദേഹം കരഞ്ഞു എന്നാണ്. എങ്കിൽ സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മുസ്ലിം അങ്ങനെ നിർബന്ധ പരിവർത്തനം നിൽക്കുമോ? ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലാതെ ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ, നിങ്ങൾ ഉപദേശകരാണ്. നല്ല നിലയിൽ സദസ്സിന് മനസ്സിലാകുന്നതിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ ബാധ്യത. ഞാനിപ്പോ ചെയ്തത് അതാണ്. എങ്കിൽ ഇത് നിർബന്ധിച്ച് ചെയ്താലോ? ഈ നിർബന്ധിച്ച് ചെയ്യുമ്പോഴാണ് ഏതെങ്കിലും സമ്പത്ത് കൊടുത്തോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ വാള് കാണിച്ചോ പ്രോത്സാഹനം നൽകിയോ നിങ്ങൾ മതത്തിലേക്ക് ആളെ കൂട്ടരുത് എന്നാണ് ഖുർആന്റെ കൽപ്പന. നമുക്കറിയാം ഇപ്പൊ നടക്കുന്ന ലവ് ജിഹാദ്, അല്ലെ? ലവ് ജിഹാദ് സത്യത്തില് അതൊക്കെ ആദ്യമായി കേട്ട സമയത്ത് ഒരു ചിരിയാണ് ആദ്യം വന്നത്. നല്ല ചൂടുള്ള തിളച്ച ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എന്താവും നിങ്ങളുടെ അവസ്ഥ? നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അല്ലേ ജോ? നല്ല തിളച്ചു മറിഞ്ഞ ചൂടുള്ള ഐസ്ക്രീം എന്ന് പറഞ്ഞാലോ? അതായത് ഇന്ന് കൊടുത്ത ഡെഫിനിഷൻ ലവ് എന്താ? ലവ് എല്ലാ കുട്ടികൾക്കും അറിയാം, സ്നേഹം, അല്ലേ? ജിഹാദോ? ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മറ്റേ മുസ്ലിം അല്ലാത്ത എല്ലാവരെയും കഴുത്തെറുക്കുക അല്ലെങ്കിൽ കൊല്ലുക, ബോംബായി പൊട്ടിത്തെറിക്കുക. അപ്പൊ ലവ് ജിഹാദ്, സ്നേഹത്തോടു കൂടിയുള്ള യുദ്ധം, അതെങ്ങനെ ഫിറ്റാവുക? അപ്പൊ ഇത് ശത്രുക്കൾ മെനഞ്ഞുണ്ടാക്കിയ ഒരു സംഭവം. സത്യത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിലെ പ്രേമം എന്നുള്ള സംഭവം ഉള്ളത് പ്രേമം വിവാഹത്തിന് മുമ്പല്ല, വിവാഹത്തിന് ശേഷമാണ്. അഥവാ വിവാഹത്തിന് മുമ്പ്, ഞാനിപ്പോ വിവാഹിതനാണ്, എന്റെ ഭാര്യയെ വിവാഹത്തിന് മുമ്പ് ഞാൻ സ്നേഹിക്കൽ ഹറാമാണ്, അഥവാ നിഷിദ്ധമാണ്. എന്നാൽ വിവാഹശേഷം അവളെ സ്നേഹിക്കലോ അതെനിക്ക് നിർബന്ധമാണ്. അതിൽ സ്നേഹിച്ചില്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് കോപം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ലവ് ജിഹാദ് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. എന്താ? ഹൈന്ദവ സഹോദരിമാരെ വഴി കാണിച്ച് അല്ലെങ്കിൽ കൈ കാണിച്ച് അവരെ പ്രേമിച്ച് വശത്താക്കി പിന്നെ അവർ ഇസ്ലാമാക്കുക. അപ്പൊ ഞാൻ ഹറാമ് ചെയ്ത് ഞാൻ നരകത്തിൽ പോവുകയും ഈ വരുന്ന പെൺകുട്ടി സ്വർഗത്തിൽ കൊണ്ടുപോവുക. അത്രയും മണ്ടത്തരം ഞാൻ കാണിക്കുമോ? അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ഒരു സംഭവം ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം തന്നെ സത്യത്തിൽ എന്തില്ല, അതിന് കഴമ്പില്ല, കെട്ടിയുണ്ടാക്കപ്പെട്ടത് എന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ. മാത്രമല്ല എന്റെ ഹൈന്ദവ സഹോദരങ്ങളോട് ഞാൻ ഇടയ്ക്ക് ഗാന്ധി പാർക്കിൽ ഇതേപോലെ സംസാരിച്ച സമയത്ത് പറഞ്ഞത്, സത്യത്തിൽ ഇത് നിങ്ങൾ പറയുമ്പോൾ അത് നാണക്കേടാണ്. കാരണം മുസ്ലിങ്ങളെ ഇപ്പൊ എന്നെ താടി വളർത്തി തൊപ്പി വെച്ച് ഞാൻ കയറി വന്ന് എന്നെ കണ്ടൊക്കെ ഒരു പെണ്ണ് മയങ്ങണമെന്ന് പറഞ്ഞാൽ അപ്പൊ ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ നല്ല ആളുകൾ ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലല്ലേ? സത്യത്തിൽ അതൊക്കെ തിരുത്തുക എന്നുള്ള ഞാൻ പറഞ്ഞത് സാന്ദർഭികമായി സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ എന്താണ് ജിഹാദ് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുറഞ്ഞ സമയമാണുള്ളത്, സമയമായാൽ എന്ന് ഓർമ്മപ്പെടുത്തണം. ജിഹാദ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ യുദ്ധമെന്നല്ല. ജിഹാദ് എന്ന് പറയുന്നത് ഒരിക്കലും യുദ്ധം എന്നൊരർത്ഥം നമുക്ക് ഒരിടത്തും കാണാൻ സാധിക്കില്ല. മറിച്ച് ജിഹാദ് എന്ന് പറഞ്ഞാൽ ത്യാഗ പരിശ്രമം എന്നാണ്. വൃദ്ധരായ എന്റെ മാതാപിതാക്കളെ എന്റെ സൗഭാഗ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ പരിചരിക്കൽ, അത് ജിഹാദാണ്. ഇപ്പൊ എനിക്ക് നല്ല ക്ലീൻ ഷേവ് ചെയ്ത് നല്ല കുട്ടപ്പനായി നടക്കണമെന്നാണ് എന്റെ ആഗ്രഹം, അല്ലേ? നമുക്ക് നോക്കാം. പക്ഷേ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ട് താടി വളർത്താനാ പ്രവാചകൻ കൽപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ താടി വളർത്തൽ ജിഹാദാണ്. 5 നേരം പള്ളിയിൽ പോയി നമസ്കരിക്കൽ ജിഹാദാണ്. സ്ത്രീധനം വാങ്ങാതിരിക്കലും പലിശ വാങ്ങാതിരിക്കുകയും സിനിമ മ്യൂസിക് അങ്ങനെയുള്ള കാണാതിരിക്കുകയും അന്യസ്ത്രീകളെ നോക്കാതിരിക്കുകയും വ്യഭിചരിക്കാതിരിക്കുകയും കള്ളു കുടിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ജിഹാദാണ്. എന്നാൽ ജിഹാദിന്റെ കൂട്ടത്തിൽ കിത്താലും വരും, യുദ്ധം വരികയും ചെയ്യും. പക്ഷെ ജിഹാദ് എങ്ങനെ? നമുക്കറിയാം, പ്രവാചകന്റെ അടുത്തേക്ക് ഒരു സ്വഹാബി, ഒരു അനുചരൻ കടന്നു വന്നു.
ആ കടന്നു വന്ന സമയത്ത് അദ്ദേഹത്തോട് പ്രവാചകനോട് പറഞ്ഞു, യുദ്ധസമയത്ത് പ്രവാചകരെ എനിക്കും യുദ്ധത്തിന് വരണം, എനിക്ക് യുദ്ധത്തിന് വരണം, അതുകൊണ്ട് ജിഹാദ് ചെയ്യാനുള്ള അനുവാദം എനിക്ക് തരണമെന്ന് പ്രവാചകനോട് പറഞ്ഞു. അപ്പൊ ആ പ്രവാചകൻ തിരിച്ചു ചോദിച്ചു, നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അത് വയസ്സായ എന്റെ മാതാപിതാക്കൾ മാത്രമാണുള്ളത്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, എങ്കിൽ നീ നിന്റെ മാതാപിതാക്കളോട് പോയി ജിഹാദ് ചെയ്യ്, അവിടെയാണ് നിനക്ക് ജിഹാദ് എന്നാണ്. നമ്മൾ മനസ്സിലാക്കിയ ജിഹാദ് ആണെങ്കിൽ എന്താണ് അർത്ഥം? നീ വീട്ടിൽ പോയി ആദ്യം നിന്റെ ഉമ്മായും വാപ്പായും കൊന്നിട്ട് വാ, എന്നിട്ട് ഇവിടെ യുദ്ധം ചെയ്യാന്ന്, അല്ലേ? ഇല്ല. മറിച്ച് അവിടെ പഠിപ്പിക്കുന്ന ജിഹാദ് വൃദ്ധരായ മാതാപിതാക്കളെ പരിചരിക്കുക എന്നുള്ളത് യുദ്ധക്കളത്തിൽ വാളുവേന്തി ആയുധമേന്തി പോരാടുന്നതിനും തുല്യമായ ജിഹാദ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്തത്. എങ്കിൽ സഹോദരങ്ങളെ, തെറ്റിദ്ധാരണകൾ നമ്മൾ മാറണം. അറിവില്ലായ്മയാണ് നമ്മുടെ ശത്രുക്കൾ. അറിവില്ലായ്മയുടെ പേരിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ ഒരിക്കലും ഇസ്ലാമിനെയോ ക്രൈസ്തവതയോ ഹൈന്ദവതയോ വിലയിരുത്തുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. മറിച്ച് എന്താണ് അവിടെ പറയുന്നത് എന്നതാണ് നമുക്ക് പറയേണ്ടത്. യുദ്ധം ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ആ യുദ്ധത്തിന്റെ നിബന്ധനകളുണ്ട്. നീണ്ട 13 കൊല്ലം ഏകദൈവ ആരാധനയെ കുറിച്ച് പറഞ്ഞ സമയത്ത് ആ സമയത്ത് പ്രവാചകനും മറ്റും ഏറ്റ പ്രഹരങ്ങൾ, പീഡനങ്ങൾ, പ്രയാസങ്ങൾ ഒരിക്കലും തിരിച്ചടിക്കാൻ വേണ്ടി അവരൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് ഭരണാധികാരിയായി രാജാവായി വന്നതിന് ശേഷം മാത്രമാണ് യുദ്ധത്തിന്റെ സാഹചര്യം ഉണ്ടായത്, അല്ലേ? ഏത് സമയത്താണ് ഇത്? യുദ്ധത്തിന്റെ ഏതെങ്കിലും ഒരു വചനം എടുത്തത് ആ മുസ്ലിമിന്റെ കഴുത്തു വെട്ടുക അല്ലെങ്കിൽ എന്ന് പറയുന്ന രീതിയിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമുക്കറിയാം, യേശുക്രിസ്തു നിങ്ങൾ നിങ്ങളുടെ പടയെങ്കിൽ വിറ്റെങ്കിലും വാള് വാങ്ങി വയ്ക്കുക എന്ന് യേശുക്രിസ്തു പറഞ്ഞു. എന്തിനാ? ക്രിസ്ത്യാനി അല്ലാത്ത എല്ലാവരും തലവെട്ടാനാ? അല്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനുവേണ്ടി പ്രതികരിക്കണം. അപ്പോഴാ വാള്. ഇപ്പോ നമുക്ക് ഭീഷ്മപർവം, ഭഗവത്ഗീതയിലെ ഭീഷ്മപർവത്തില് അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്ന ചില സംഗതികളുണ്ട്, അല്ലെ? ആ 18 അധ്യായങ്ങൾ അതിലൊക്കെ വായിച്ചു നോക്കിയ യുദ്ധത്തിനെ കുറിച്ച് മാത്രമാണ് പറയുക, അല്ലെ? അവിടെ നിന്റെ സഹോദരങ്ങളാകാം, ഗുരുനാഥന്മാരാകാം, എല്ലാവരും ആകാം. പക്ഷെ അർജുന, നീ യുദ്ധം ചെയ്യ്. അങ്ങനെ യുദ്ധം ചെയ്താൽ അധോവ പ്രാപ്സസി സ്വർഗം കിട്ടുന്ന പറഞ്ഞത്. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരാൾ ആ ഭഗവത്ഗീതയിൽ ഇങ്ങനെയാണ് പറയുന്നത്, സഹോദരങ്ങളായാലും ഗുരുവായാലും നീ കൊല്ലണം, യുദ്ധം ചെയ്യണം, എന്നാ സ്വർഗം കിട്ടും പറഞ്ഞാലോ? ഇല്ല. അത് യുദ്ധസമയത്താണ്. അതേപോലെ ഇസ്ലാമിൽ യുദ്ധസമയത്ത് ശത്രുവിനെ കണ്ടാൽ കണ്ടയിടത്ത് വെച്ച് കൊല്ലണം. അവിടെ പിന്നെ നമുക്ക് യുദ്ധസമയത്ത് ഇങ്ങോട്ട് തല്ലാൻ വരുന്നവനെ ഇനിയിപ്പോ ഉമ്മ വെച്ച് കളിക്കാൻ പറ്റില്ലല്ലോ, അല്ലെ? അവിടെ യുദ്ധം ചെയ്യലാണ്. അവിടെ യുദ്ധം, അത് കോൺടക്സ്റ്റ് എന്ന് മനസ്സിലാക്കിയാൽ പ്രശ്നം തീർന്നു. എന്നാൽ ഇസ്ലാമിൽ പ്രവാചകൻ കൊടുത്ത ഒരു വാറൻ എങ്ങനെയാണ് യുദ്ധ നിയമങ്ങൾ എന്നുള്ള സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ആ യുദ്ധ നിയമം സൂറത്ത് 22-ാമത്തെയും സൂറത്ത് ഹജ്ജിലെ 40-ാമത്തെ വചനം. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ യുദ്ധം പ്രജകളല്ല ചെയ്യേണ്ടത്, യുദ്ധത്തിന്റെ പടയാളികളാ. പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലീസിന്റെ നിയമപാലകരാണ് നിയമം കയ്യിലെടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ പോയിട്ട് അത് കളവല്ലേ, അപ്പുറത്തവൻ കട്ടല്ലോ, അതുകൊണ്ട് ഞാൻ കൈവിട്ടാൻ പോവാം, അല്ലെങ്കിൽ അപ്പം ഓടിച്ചു ഞാൻ തല്ലാനെന്നല്ല. മറിച്ച് നിയമപാലകരാണത് ചെയ്യേണ്ടത്. അങ്ങനെ നിയമപാലകർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് പറഞ്ഞത്, നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ അവിടെ മുസ്ലിം അല്ലാത്ത ആളുകളുടെ പുരോഹിതന്മാർ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. സ്ത്രീകളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ആക്രമിക്കരുത്. അവിടെയുള്ള ചർച്ചുകൾ, മഠങ്ങൾ, സന്യാസ മഠങ്ങൾ നിങ്ങൾ അവിടെ നശിപ്പിക്കരുത് എന്ന് പ്രവാചകൻ അവർക്ക് താക്കീത് കൊടുത്തു എന്നാണ്. അതുകൊണ്ടാണ് 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 40-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ്, മനുഷ്യരിൽ ചിലരെ മറ്റു ചിലരെ കൊണ്ട് അള്ളാഹു തടുക്കില്ലായിരുന്നുവെങ്കിൽ സന്യാസി മഠങ്ങളും ക്രിസ്തീയ ദേവാലയങ്ങളും യഹൂദ ദേവാലയങ്ങളും അള്ളാഹുവിന്റെ നാമം മാത്രം ധാരാളമായി പ്രകീർത്തിക്കപ്പെടുന്ന മുസ്ലിം പള്ളികളും തകർക്കപ്പെടുമായിരുന്നു എന്നാണ്. എന്താണ് സഹോദരങ്ങൾ ഈ ആയത്തിന്റെ ഒരു പ്രസക്തി? നമ്മൾ ഇന്ന് ISIS ഭീകരവാദികൾ ചെയ്യുന്ന ക്രൂരമായ നീചഹത്യയും തമ്മിൽ നമ്മൾ മാറ്റുരച്ചു നോക്കണം. ഇസ്ലാമിന്റെ പേരിലാണല്ലോ ഈ ഭീകരവാദികൾ ഇപ്പോൾ വന്നത്. പുറകെ നോക്കിയാൽ ഒരു ഖുർആന്റെ വചനവും അതേപോലെ ഖുർആന്റെ അല്ലാഹു അക്ബറിന്റെ തക്ബീറും പിന്നെയോ മനുഷ്യരെ കഴുത്തെറുക്കുന്ന കിരാതമായ അവസ്ഥ, അല്ലേ? അവരും ഇസ്ലാമിന്റെ പേരിലാണ് പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ ഇസ്ലാമിന്റെ ഈ ഒരു വചനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എത്രയെത്ര ചർച്ചുകൾ അവർ തകർത്തു, എത്രയെത്ര സുന്നഹദോസുകൾ അവർ തകർത്തു. അവർ ഖുർആന്റെ അനുയായികളാണെന്ന് പറയാൻ സാധിക്കുമോ? ഇസ്ലാമിന്റെ ശിക്ഷാ നിയമത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി എതിർത്തൊരു സംഭവമാണ്, ഒന്നിനെ പോലും നിങ്ങൾ കരിക്കരുത്. കത്തിച്ചു കൊല്ലാനുള്ള അവകാശം സൃഷ്ടാവിന് മാത്രമേ ഉള്ളൂ, സൃഷ്ടികൾക്കില്ല എന്നാണ്. എങ്കിൽ ISIS ഭീകരവാദികൾ ജീവനോടുകൂടി കത്തിച്ചു കൊന്ന എത്ര സാഹചര്യം ഉണ്ടായി? എങ്ങനെ അവർക്ക് ഇസ്ലാമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും? മുക്കിക്കൊല്ലുന്ന വെള്ളത്തിലേക്ക് ഒരു ജയിൽ പോലെ ഒരു അറയുണ്ടാക്കി അതിനകത്തേക്ക് പാവങ്ങളായ ആളുകളെ വെച്ചിട്ട് ആ ആളുകളെ നിഷ്ഠൂരമായി മുക്കിക്കൊല്ലുന്ന കിരാതനമായ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇസ്ലാമിന്റെ വധശിക്ഷയുണ്ട്. തല ഒറ്റ വെട്ടി കൊല്ലുക എന്നുള്ള ശിക്ഷാ നടപടിയുണ്ട്. കഴുത്തറുത്തു കൊല്ലുക എന്നുള്ളത് പ്രവാചകൻ നിരോധിച്ചു. എങ്കിൽ പ്രവാചകനും ഖുർആനും വിരോധമായി നിരോധിച്ച സംഗതികൾ ചെയ്യുന്ന ISIS എങ്ങനെ ഇസ്ലാമെന്ന് പറയാൻ സാധിക്കും നമുക്ക്? ഇന്ന് നിങ്ങൾക്കറിയാം, ഇവിടെ ക്രിസ്ത്യാനികളായി നിൽക്കുന്ന നിങ്ങൾ ആരെങ്കിലും നാളെ ഒരു സമയത്ത് നമ്മുടെ ചർച്ചിൽ കയറി ഒരു ഓലപ്പടക്കെങ്കിലും പൊട്ടിക്കോ, ഒരു ബോംബെറിയോ? എന്നാൽ അവൻ ക്രിസ്ത്യാനി അല്ല, അല്ലേ? ശബരിമലയിൽ പോയി ഏതെങ്കിലും ഒരു ഹിന്ദു ബോംബ് പൊട്ടിക്കോ? എന്നാൽ അവൻ യഥാർത്ഥ ഹിന്ദു അല്ല. എങ്കിൽ മുസ്ലിങ്ങളുടെ പേരിൽ മുസ്ലിങ്ങളുടെ സംരക്ഷണത്തിനായി വന്നു എന്ന് പറയപ്പെടുന്ന ISIS അവർ പരിശുദ്ധമായ മദീനയിലെ
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മദീനയുടെ ജനങ്ങൾ തിങ്ങിക്കൂടിയ സ്ഥലത്ത് പോയി ചാവേറായി പൊട്ടിത്തെറിച്ച പല ആളുകളും അന്ന് ചിന്ന ഭിന്നമായി മരിച്ചുവെങ്കിൽ സഹോദരങ്ങളെ, ഇവർക്ക് മതമുണ്ടോ? ഇവർ മുസ്ലിങ്ങളാണോ? ഇവരുടെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെയും താടി വളർത്തുന്നവരെയും തൊപ്പി വെച്ചവരെയും ISIS ഭീകരവാദികളാണ് എന്നവരെ ചിത്രീകരിച്ചുകൊണ്ട് ആടിനെ പട്ടിയാക്കി, ആ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊള്ളുന്ന ഈ ഒരു കിരാതന സംഭവം എങ്ങനെയാണ് സഹോദരങ്ങളെ മനസാക്ഷിയുള്ള നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ആന്റി ഡിഫറൻറ്റ് ബോഡികൾ ഇന്നുണ്ടാവാൻ സാധ്യത. അവരും ഉണ്ടാവുന്നത് ഇതേപോലെയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും തെറ്റിദ്ധാരണയ്ക്ക് വകവെച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു രീതിയിലും ഈ തരം താഴ്ന്നു പോവുകയും വർഗീയ മനോഭാവത്തോടു കൂടി മാറിപ്പോകുന്ന അവസ്ഥയും ഉണ്ടാകരുത് എന്നുകൂടി നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഒരിക്കലും കലാപം പരിഹാരമല്ല, കൊല ഒരിക്കലും നമുക്ക് പരിഹാരമല്ല. എന്തിന് ഏതിന് എന്നുള്ളതാണ്, അല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ ഇന്ന് നമ്മുടെ പത്രവാർത്താ മാധ്യമങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഏതൊരമ്മയും, അല്ലേ, പൊട്ടുതൊട്ട അമ്മയുടെ മകനായാലും തട്ടമിട്ട ഉമ്മയുടെ മകനായാലും കൊന്ത പിടിച്ച അമ്മച്ചിയുടെ മകനായാലും മനുഷ്യനാണ് എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നില്ല, അല്ലേ? എന്റെ കടാര, എന്റെ കൈക്കരുത്ത്, എന്റെ കടാര മറ്റവന്റെ പള്ളയിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന സുഖം എന്ത് സുഖമാണത്? മനസ്സിലാവുന്നില്ല. ആർക്കാണ് നഷ്ടം? രാവിലെ ഉണരുന്നതിന് മുമ്പ് എന്റെ പിതാവ് പോയി, അല്ലേ? കുഞ്ഞുമക്കളുടെ രോദനം നമ്മൾ കണ്ടതാണ്. ഞാൻ രാവിലെ ഞാൻ ഉണങ്ങി എണീക്കുന്നതിന് മുമ്പ് എന്റെ പിതാവ് ജോലിക്കായി പോയി. രാത്രി ആ കയ്യിൽ പൊതിയുമായി, മിഠായി പൊതിയുമായി വരുന്നതും കാത്തിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ മുന്നിലേക്ക് കുത്തിക്കീറപ്പെട്ട ശവശരീരങ്ങളായി ആ ശവമഞ്ചത്തിലേറി ആ സഹോദരങ്ങളെ കൊണ്ടുവരുമ്പോൾ, ആ കുരുന്നുകൾ അനാഥരാകുമ്പോൾ ആരാണ് സഹോദരങ്ങളെ അതിന് സമാധാനം പറയുക? ഇല്ലേ? കല്യാണം കഴിഞ്ഞ്, വിവാഹം കഴിഞ്ഞ് തന്റെ ഭർത്താവിനെ കാത്തിരിക്കുന്ന ആ പ്രിയമത, അല്ലേ? തന്റെ ഭർത്താവ് രാത്രി തന്റെ മക്കൾക്കും തനിക്കും ആവശ്യമായ ഉപജീവനമായി കടന്നു വരുന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഭാര്യമാർ അവരുടെ മുമ്പിലേക്ക് നിശ്ചലമായി, ജീവച്ഛമമായി, മുറിക്കപ്പെട്ട രീതിയിലേക്ക് കടന്നു വരുമ്പോൾ ആർക്കാണ് ഇവിടെ നമുക്ക് സുഖം ലഭിക്കുക? വാപ്പ നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അച്ഛൻ നഷ്ടപ്പെട്ട്, അപ്പൻ നഷ്ടപ്പെട്ട് താലൂലിച്ച് വളർത്തിയ അമ്മ തടുമായി തന്റെ മകൻ വളർന്നു വരുമ്പോൾ അവനൊരു പ്രതീക്ഷയുണ്ട്, അല്ലേ? അവനൊരു പ്രതീക്ഷയുണ്ട്. അവൻ വളർന്നു വലുതായി വരുമ്പോൾ എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടിയുള്ള അവൻ അധ്വാനിച്ചു കൊണ്ടുവരും. അത്രയും നാൾ ആളുകളുടെ ആക്ഷേപം കേട്ട് വേറൊരു വിവാഹം കഴിക്കാതെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന മകൻ അവസാനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലോ തീവ്രവാദ സംഘടനയിലോ പ്രവർത്തിച്ച്, ആ തീവ്രവാദ സംഘടനത്തിന് മതവും രാഷ്ട്രീയവും കാണില്ല, പക്ഷെ ആ തീവ്രവാദ സംഘടനയിലേക്ക് പ്രവേശിപ്പിച്ച് അതിൽ പ്രവർത്തിച്ച് അവസാനം വെട്ടിനുറുക്കപ്പെട്ട് ജീവച്ഛവമായി കൊണ്ടുവരുമ്പോൾ എത്രയെത്ര കണ്ണീരിന്റെ കഥകളാണ് നമുക്ക് മുന്നിലുള്ളത്, അല്ലേ? ഈ മാറാടും, പൂനാടും, അങ്ങനെയുള്ള ഗുജറാത്തും എല്ലായിടത്തും കലാപങ്ങൾ കൊണ്ട് എന്ത് നേടി എന്നുള്ളത് നമ്മൾ സഹോദരങ്ങളെ ചിന്തിക്കേണ്ടതുണ്ട്. കലാപം ഒന്നിനും പരിഹാരമല്ല, കൊല ഒന്നിനും പരിഹാരമല്ല. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഒരു കാലം വരും നിങ്ങൾക്കിടയിലേക്ക്, അന്ന് കൊന്നവൻ ഞാൻ എന്തിനാണ് കൊന്നതെന്നോ കൊല്ലപ്പെട്ടവൻ ഞാൻ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്നോ പറയാൻ പറ്റാത്ത, അറിയാത്ത ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് സഹോദരങ്ങളെ. ആ കാലഘട്ടത്തിലാണ് നമ്മൾ. അറിയില്ല, ഞാൻ ഇന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എനിക്കറിയില്ല. ഒരു നന്മ ഉദ്ദേശിക്കണമെന്ന നിലയിലേക്കാണ് ഇത്രയും ദൂരം താണ്ടി ഞാൻ വന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ മനസ്സിലൊരു വർഗീയ വിഷം വെച്ചുകൊണ്ട് സംസാരിച്ചാൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു നല്ലവനായി ചമഞ്ഞുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിൽ അത് കാപട്യമാണ്. മറിച്ച് എന്റെ മനസ്സിലെ സത്യം നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് എന്റെ ബാധ്യത. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എനിക്ക് പറയാനുള്ളതും അതാണ് സഹോദരങ്ങളെ. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം തൗഹീദാണ്. ഏത് വേദഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാലും അതിനെ സംബന്ധിച്ചോളം നമുക്ക് പറയാൻ കാണുന്ന തൗഹീദ് അഥവാ ഏകദൈവാരാധനയാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭാരതത്തിൽ അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളിൽപ്പെട്ട ശേദശേദോപനിഷത്ത്, അല്ലെ? ആ ശേദശേദോപനിഷത്തിൽ പറയാം, ത്വമേശ്വരാണം പരമം മഹേശ്വരം താൻ ദേവതാനാം പരമം ച ദൈവകം, അല്ലെ? ഈശ്വരനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നും അവന് മാത്രമേ സ്തോത്രങ്ങൾ അർപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. ആ ദൈവത്തിനെ കാണാൻ സാധിക്കില്ല എന്നാണ്. കേനോപനിഷത്തിലെ 1-ാം അധ്യായത്തിലെ 6-7 ശ്ലോകത്തിൽ പറയുന്നത് വ്യക്തമായി, പശ്വതി ഏന ചശംശ പശ്വതി തദേവ ബ്രഹ്മത്വം വിധീനിതം എതിരമുപാസതേ. കണ്ണുകൊണ്ട് കാണുന്നതൊന്നും ഈശ്വരനല്ല, കണ്ണുകൊണ്ട് കാണുന്നതൊന്നും ആരാധ്യനല്ല, മറിച്ച് ആ കണ്ണിന് കാഴ്ച നൽകിയ ശക്തിയതോ അവനാണ് പരബ്രഹ്മം. എങ്കിൽ നമ്മൾ ഇന്ന് കാണുന്നത് ആരെയാണ് ആരാധിക്കുന്നതെന്ന് ഹൈന്ദവ സഹോദരങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ക്രൈസ്തവതയിൽ യോഹന്നാൻ സുവിശേഷത്തിലെ 1-ാം അധ്യായത്തിലെ 18-ാം വചനം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ കണ്ടിട്ടില്ല എന്നാണ്. എങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ആരാധന നമ്മൾ കാണുന്നുണ്ടോ? ഇസ്ലാമിനും പറഞ്ഞു, കണ്ണുകൾ അവനെ കണ്ടെത്തുകയില്ല, എന്നാൽ കണ്ണുകളെ അവൻ കണ്ടെത്തുകയും ചെയ്യും. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ചവനായ പടച്ചതമ്പുരാനെ കാണാൻ നഗ്നനേത്രങ്ങളായി നമ്മുടെ കണ്ണുകൾ കൊണ്ട് സാധിക്കില്ല സഹോദരങ്ങളെ, നമുക്കതിന് കഴിയില്ല. പക്ഷെ ആ പ്രപഞ്ചത്തിന് അതീതനായ ആ ദൈവത്തെ നമ്മൾ ആരാധിക്കണമെന്ന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻ വേദങ്ങളും പറഞ്ഞത്. ഇസ്ലാമിന് പുതുതായി ഒന്നും പറയാനില്ല. മഹാനിർവാണ സ്തോത്രം ഞാൻ സമയമായി അവസാനിപ്പിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കൽ പറയാനുള്ളത്, അന്ന് വേദഗ്രന്ഥം പറഞ്ഞ ത്വമേകം ശരണ്യം ത്വമേകം വരേണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം
ത്വമേകം ജഗത് കർത്തർത്ത് ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. സൃഷ്ടിപൂജ നടത്തിക്കൊണ്ട് ആ വിഗ്രഹാരാധന നടത്തുന്ന ഈരടികൾ അവിടെ നിന്ന് കേൾക്കുമ്പോഴും അതിൽ പറയുന്നത് ഈശ്വരൻ അവൻ ഏകനാണ്, അവന് രൂപമില്ല, അവനെ മാത്രമേ ആരാധിക്കാവുന്നതാണ്. പക്ഷേ അതിന്റെ സംസ്കൃത ശ്ലോകത്തിന്റെ അർത്ഥം അറിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആരാധിക്കുന്നത് ആരെ? ആവർത്തന പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലെയും നമുക്ക് കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിലും യേശുക്രിസ്തു പറഞ്ഞു, ഞാനല്ലാതെ ഒരു അല്ലേ കർത്താവിനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രമേ നമസ്കരിക്കാവൂന്ന് എഴുതിയിട്ടില്ലേ? പുറപ്പാട് പുസ്തകത്തിൽ കാണാം, ഇത് ആകാശത്തിലോ താഴെ ഭൂമിയിലോ വെള്ളത്തിന്റെ അടിയിൽ നിന്നുമായ ഒന്നിന്റെ ബിംബം ഉണ്ടാക്കി നിങ്ങൾ ആരാധിക്കരുത് എന്നാണ്. നമുക്ക് സ്പഷ്ടമായി ഇവിടെ അച്ഛന്മാരുണ്ട്, അത് വിശദീകരിക്കുമെന്നായാലും. പക്ഷേ അവിടെ നിന്ന് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതേ പറയാനുള്ളൂ. എന്താണ്? യസ്മഉ ദുആഅക്കും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശ്ശിർകിക്കും വലാ യുനബ്ബിഹുക മിസ്ലു ഖബീർ. നിങ്ങൾ അല്ലാഹു അല്ലാത്ത സൃഷ്ടാവല്ലാത്ത ആരെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ ആ ആരാധിക്കുന്ന ആളുകൾ നിങ്ങളുടെ വിളി കേൾക്കുകയില്ല, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല, ബാക്കിയെല്ലാം ദൈവത്തിന്റെ ഹിതം പോലെ നടക്കുന്നു എന്നുള്ളത് മാത്രമാണ് അവിടെയും ഇസ്ലാമിനെ പറയാനുള്ളത്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ സംസാരം ഓവറായി പോയിട്ടുണ്ടാകും, സമയം അധികരിച്ചു പോയിട്ടുണ്ട്, തീരുകയില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എന്റെ മുന്നിൽ കൂടിയ സഹോദരങ്ങളോട് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കട്ടെ. നമ്മൾ ഒഴിവാക്കണം ഈ വർഗീയതയെ. നല്ലൊരു മുസ്ലിമായി, നല്ലൊരു ക്രിസ്ത്യാനിയായി, നല്ലൊരു ഹിന്ദുവായി, ഇനി നിരീശ്വരവാദമാണ്, അങ്ങനെ ആയിക്കൊണ്ട് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറാവുകയും അതോടൊപ്പം അന്യമതസ്ഥന്റെ അല്ലെങ്കിൽ അന്യരുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും അതിനെ ബഹുമാനിക്കാനും നമുക്ക് വേണ്ടാത്തത് നമുക്ക് മാറി നിൽക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിക്കാം. അതിന്റെ പേര് ശത്രുത വേണ്ട. നമ്മളെല്ലാവരും ഒരു അച്ഛനമ്മ പെറ്റ മക്കളാണ്, വസുദൈവ കുടുംബത്തിലെ അംഗങ്ങളാണ്, ആദമിന്റെയും ഹവ്വയുടെയും മക്കളാണ്. എങ്കിൽ വിവിധ കക്ഷികളായി നമ്മുടെ ഇഷ്ടമുള്ള സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ഒരാൾക്ക് ക്രിസ്ത്യാനിയായി, ഒരാൾക്ക് മുസ്ലിമായി, ഒരാൾക്ക് ഹിന്ദുവായി ജീവിക്കാം. അതിന്റെ പേരിൽ വർഗീയത പാടില്ല. ഭാരതത്തിലേക്ക് എന്തെങ്കിലും ഇവിടെ ശത്രുക്കളായി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കടന്നു വന്നപ്പോൾ ഒരുമിച്ച് നിന്ന് നമ്മൾ പോരാടിയതാണ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി. എങ്കിൽ ആ ഐക്യം നമ്മൾ തകർക്കരുത്. അന്ന് പോകുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രഭു പറഞ്ഞതുപോലെ ഇത് ഇന്ത്യ മതങ്ങളുടെ പേരിൽ ആൾ ദൈവങ്ങളെ കൊണ്ട് നശിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞ ആ സാഹചര്യം ഉണ്ടായി എങ്കിൽ നമ്മൾ അതിന് വളം വെച്ചു കൊടുക്കരുത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷുകാരുടെ അജണ്ട അന്ന് അവർ ആ വിത്തിട്ടെങ്കിലും ഇതുവരെയ്ക്കും മുളച്ചില്ലായിരുന്നു, അല്ലെ? പക്ഷെ ഇന്നത് മുള വന്നു തുടങ്ങി. നമ്മളിൽ പലരും അറിയാതെ അതിന് വെള്ളമൊഴിച്ചത് കൊടുക്കുന്നുണ്ട്. ആപത്താണ്, അപകടമാണ്, ഒഴിവാക്കണം ഇത്. ഇനി ഈ മതത്തിന്റെ പേരിൽ ഒരു ചോരപ്പുഴ ഇവിടെ ഒരുകരുത്. ഈ മതത്തിന്റെ പേരിൽ ഒരു കലാപം ഇവിടെ ഉണ്ടാകരുത്. ഈ മതത്തിന്റെ പേരിൽ നമ്മുടെ സൗഹാർദ്ദം നശിക്കരുത്. ഇനിയും ഇതേപോലെയുള്ള വേദികൾ ഉണ്ടാകട്ടെ. അതിന് സർവശക്തനായ ദൈവം തമ്പുരാൻ, പടച്ച തമ്പുരാൻ അല്ലാഹു നമുക്ക് അനുഗ്രഹം നൽകി, തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്നെ ഇത്രയും നേരം സദരം ക്ഷമയോടുകൂടി കേട്ട എന്റെ സുഹൃത്തുക്കൾക്ക്, സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് ഹാർദമായി നന്ദി അറിയിക്കുകയും അതോടൊപ്പം വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി ചെറിയ ഞങ്ങളെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗിഫ്റ്റ് ഇവിടെ വേദിയിലുള്ളവർക്ക് കൊടുക്കാനും കൂടെ ഒരു അവസരം തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതിലൂടെ അദ്ദേഹത്തെ അതിലൂടെ ക്ഷണിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എത്തിച്ചേർന്നവർക്ക് വിഭജന സംഘടനയുടെ ഒരു സ്നേഹോപകാരം ഇപ്പോൾ കൊടുക്കുകയാണ്. ഈ സഭ തുടങ്ങിയിട്ട് 177 വർഷമായിട്ട് ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം മതപ്രഭാഷണം നടക്കുന്നത്. ഇതിലേക്ക് കടന്നു വന്ന അബ്ദുൽ റഹ്മാൻ സാറിനെ ഈ വേദിയിലെ നിന്നും സ്നേഹോപകാരം ഈ സഭയിലെ ഫാദർ നൽകുവാൻ ക്ഷണിച്ചുകൊള്ളുന്നു.